എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട ചെലവ് പരിശോധന നടന്നു. ചെലവ് നിരീക്ഷകൻ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് മീറ്റിംഗ് ഹാളിൽ നടന്ന പരിശോധനയിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരും പ്രതിനിധികളും പങ്കെടുത്തു. എല്ലാ ചെലവുകളും കണക്കിൽ ഉൾപ്പെടുത്തണമെന്നും കൃത്യമായ രീതിയിൽ ഫണ്ട് ക്രമീകരണം നടത്തണമെന്നും നിരീക്ഷകർ ഏജന്റുമാർക്കും പ്രതിനിധികൾക്കും നിർദ്ദേശം നൽകി. ചെലവ് നിരീക്ഷക വിഭാഗം ഉദ്യോഗസ്ഥർ സൂക്ഷിക്കുന്ന ഷാഡോ രജിസ്റ്ററുമായി സ്ഥാനാർത്ഥികൾ തയ്യാറാക്കിയ ചെലവ് രജിസ്റ്റർ താരതമ്യപ്പെടുത്തുന്നതിനും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ അറിയിക്കുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിനാണ് പരിശോധന നടത്തുന്നത്. 3 ഘട്ടമായാണ് പരിശോധന. ആദ്യഘട്ട പരിശോധന ഏപ്രിൽ 12 നടത്തി. മൂന്നാം ഘട്ട പരിശോധന 23 നടത്തും. സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് മുതൽ ഏപ്രിൽ 15 വരെയുള്ള കണക്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ പരിശോധിച്ചത്. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷക വിഭാഗം ഓരോ സ്ഥാനാർത്ഥിയുടെയും തെരഞ്ഞെടുപ്പ് ചെലവുകൾ ദിവസവും കണക്കാക്കുകയും അതനുസരിച്ച് ഷാഡോ രജിസ്റ്റർ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥികളും ചെലവ് രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട്. ചെലവ് നിരീക്ഷക വിഭാഗം നോഡൽ ഓഫീസർ VN ഗായത്രി, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ R വിനീത് എന്നിവരടങ്ങിയ സംഘം മുഖ്യ നിരീക്ഷകരൊപ്പം പരിശോധനയിൽ പങ്കെടുത്തു. എറണാകുളത്ത് 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ അവശ്യ സർവീസിലെ ആബ്സെന്റി വോട്ടർമാർക്ക് ഈ മാസം 20, 21, 22 തീയതികളിൽ വോട്ട് ചെയ്യാം. ഏപ്രിൽ 1 മുമ്പായി നോഡൽ ഓഫീസർ മുഖേന 12D അപേക്ഷ സമർപ്പിച്ചവർക്കാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ കാക്കനാട് മാർ അത്തനേഷ്യസ് ഹൈസ്കൂളും ചാലക്കുടി മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജുമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പോസ്റ്റൽ വോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് നടന്നു. സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം എന്നിവ സെറ്റ് ചെയ്ത് മെഷീനുകൾ പോളിംഗിനായി തയ്യാറാക്കി പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ജനം, കൊച്ചി.